ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം സൈൻസ് ദാറ്റ് യു ഹാവ് ടു നിങ്ങളുടെ അതായത് റൂട്ട് ചക്ര, മൂലാധാര ചക്ര ബാലൻസ്ഡ് അല്ല എന്നുള്ളതിൻ്റെ തെളിവുകളാണ് നമ്മൾ. നിങ്ങളുടെ ലൈഫിൽ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് എങ്കിൽ ഇറ്റ് ഈസ് എ സൈൻ ദാറ്റ് യു ഹാവ് ടു ബാലൻസ് യുവർ റൂട്ട് ചക്ര. നിങ്ങളുടെ മൂലാധാര ചക്ര ബാലൻസ് ചെയ്യേണ്ടത് അനിവാര്യതയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാർഡ്സിൻ്റെ ബേസിസിൽ നോക്കാം. ഇനി നിങ്ങൾക്ക് പ്രൈവറ്റ് കൺസൾട്ടേഷന് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. 4 of Swords എനർജി, 3 of Pentacles ആൻഡ് Death കാർഡ്. വളരെ പോസിറ്റീവ്, വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു റീഡിംഗ് എന്ന് തന്നെ പറയാം. 4 of Swords എനർജി. 4 of Swords എനർജി നിങ്ങൾക്ക് നൽകുന്ന, അതായത് നിങ്ങളുടെ ലൈഫിൽ സ്ഥിരത അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലൈഫിൽ ഇല്ല എന്നുള്ളൊരു തോന്നലാണ് നിങ്ങൾക്ക് എങ്കിൽ അത് ഒരു സൂചനയാണ്. നിങ്ങളുടെ മൂലാധാര ചക്രം ബാലൻസ്ഡ് അല്ല. സ്റ്റെബിലിറ്റി, സ്ഥിരത നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയിലും വാക്കുകളിലും ആവാം, അല്ലെങ്കിൽ പല കാര്യങ്ങളിലും നമുക്ക് സ്ഥിരതയില്ലായ്മ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരു സ്ഥിരത കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ ലൈഫിലേക്ക് ഒരു ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ലൈഫിൽ ഒരു ബാലൻസ് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ലൈഫിൽ ഒരു അടിത്തറയില്ല, അത് ആ ഒരു അടിത്തറയിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ, അല്ലെങ്കിൽ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, അപ്പോൾ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയിലാവാം, ഒരു സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു സ്ഥിരത ഉണ്ടാവില്ല, അല്ലെങ്കിൽ മറ്റ് കുടുംബ അന്തരീക്ഷത്തിൽ നിങ്ങൾ ചിലപ്പോൾ എപ്പോഴും വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ആയിരിക്കും. ഒരു പക്ഷെ ഒരു ദിവസം നന്നായിട്ടിരുന്നാൽ മറ്റൊരു ദിവസം ഒരു മാറ്റം, ലൈഫിൽ ഒരു ബ്രേക്ക് എടുക്കേണ്ടെന്ന് അനിവാര്യത ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ബ്രേക്ക് എടുക്കുക. നിങ്ങൾ സ്ഥിരമായിട്ട് ഒരേ ഒരു റുട്ടീനാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്, ഒന്നും നടക്കുന്നില്ല. നിങ്ങൾ കുറച്ച് ടൈം, ഏത് കാര്യത്തിനാണോ നിങ്ങൾക്ക് സ്ഥിരതയില്ലായ്മ, ജോലിയാണോ, വിദ്യാഭ്യാസമാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻസ് ആണോ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പാണോ, ആ ഒരു കാര്യത്തിലും സംബന്ധിച്ചിട്ട് ഒരു സ്ഥിരത വരുന്നത് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം ക്വൈറ്റ് ടൈം, അതായത് കുറച്ച് സമയം നിങ്ങൾക്ക് അനിവാര്യമാണ്. ഏതൊരു കാര്യത്തിനാണെങ്കിലും നമ്മൾ മെഡിറ്റേഷൻ അല്ലെങ്കിൽ സോളിറ്റ്യൂഡ് നമ്മൾക്ക് ലൈഫിൽ ഒരു കുറച്ച് നിങ്ങൾക്കായിട്ടൊരു സമയം ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു സമയം എടുക്കുക, റെസ്റ്റ്, റിക്യൂപ്പറേറ്റ്, ആ ഒരു ലൈഫ് എൻജോയ്, ഒരു പീസ് ഓഫ് മൈൻഡ് അനിവാര്യമാണ്. അപ്പോൾ ഒന്ന് ഹോൾഡ് ചെയ്യുക. ധൃതി പിടിച്ച് ഓടിപ്പോകേണ്ടുന്ന കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഹീലിംഗ്, പീസ്, സ്റ്റിൽനെസ്, റെസ്റ്റ്, ഇതൊക്കെയാണ് നിങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ള ഒരു സ്ഥിരത ലൈഫിലേക്ക് ഇല്ല എങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ മൂലാധാര ചക്ര ബാലൻസ്ഡ് അല്ല എന്നുള്ളതാണ്. ഈ ഒരു മൂലാധാര ചക്ര നിങ്ങളുടെ ബാലൻസിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഈ പറയുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു അച്ചീവ്മെന്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്, ആഗ്രഹിക്കുന്ന മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു ചക്ര ബാലൻസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്, ജീവിതത്തിനൊരു സെക്യൂരിറ്റി ഉണ്ടാകുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ഒരു അരക്ഷിതാവസ്ഥ തോന്നുന്നത് നമ്മൾക്ക് ഈ ഒരു ചക്ര ബാലൻസ്ഡ് അല്ലാത്തത് കൊണ്ടാണ്. അത് സ്റ്റാർട്ടിംഗ് ആണ്. നമ്മൾ മൂലാധാരത്തിൽ നിന്ന് തുടങ്ങി ഏറ്റവും അവസാനത്തെ ക്രൗൺ ചക്ര വരെയാണ് എത്തി നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പുള്ള ചക്ര വരെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. തേർഡ് ഐ ചക്ര ലെവലിൽ അത് വരെയാണ് നമ്മളുടെ ശരീരത്തിൽ നമ്മൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ചക്ര എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മൾ ആ ഒരു സ്പിരിച്വൽ ലെവലിൽ എത്തി. ലാസ്റ്റ് ചക്ര, ക്രൗൺ ചക്ര എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു സ്പിരിച്വൽ റിലമിലും ഫിസിക്കൽ റിലമിന്റെയും ഇടയിൽ ആ ഒരു ബ്രിഡ്ജ്, അല്ലെങ്കിൽ ഏകദേശം ഒരു സ്പിരിച്വൽ ലെവലിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നതാണ്. ബാക്കിയുള്ളത് നമ്മളുടെ ഈ ഒരു ഫിസിക്കൽ തലത്തിൽ നമ്മൾക്ക് പറയാവുന്ന ഒന്നാണ്. എന്തായാലും ഈ ഒരു ചക്ര ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് പല കാര്യങ്ങളിലും സ്ഥിരത ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ, അതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്ന ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ബാലൻസ്ഡ് ആവുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ എപ്പോഴും വീട് മാറിപ്പോകുന്നു, നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഒരിടത്ത് താമസിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ വാടകയ്ക്കാണെങ്കിൽ പോലും നിങ്ങൾ പലപ്പോഴും ഒരു വീട്ടിൽ താമസിച്ച് ഒരു വർഷം ചിലപ്പോൾ താമസിച്ചിട്ട് അടുത്തടുത്തേക്ക് പോകുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു വീടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ട് ദൂരെ പോകേണ്ടി വരും, ചിലപ്പോൾ ട്രാൻസ്ഫർ വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എപ്പോഴും മാറിയായിരിക്കും നടക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോൾ വാടകയ്ക്കാണെങ്കിൽ പോലും
നിങ്ങളൊരു വീട്ടിൽ താമസിക്കുമ്പോൾ ആ വീട്ടിലിപ്പോൾ നിങ്ങൾ 1 വർഷമാണ് താമസിക്കുന്നതെങ്കിൽ പോലും അത് എന്റേതാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ആ വീട്ടിലൊരു സെക്യൂരിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾ വാടകയ്ക്കാണെങ്കിൽ നിങ്ങൾ ആരുടെ വീട്ടിലാണോ താമസിക്കുന്നത് അവർ ആയിട്ടൊരു എപ്പോഴും ഒരു ക്ലേശമായിരിക്കും, ഒരു കണക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടാവില്ല, സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിങ്ങൾക്ക് പ്രൗഡ് ഫീൽ ചെയ്യിക്കുന്നുണ്ടാവില്ല. അതായത് നിങ്ങളുടെ വർക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കില്ല, അതിലൊരു സ്ഥിരത ഉണ്ടാവില്ല. എപ്പോഴും വർക്കിൽ ചാടി ചാടി പോകും നമ്മൾ പറയും, മാറി മാറി പോയിക്കൊണ്ടിരിക്കും ഒരൊന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്. ഒരു പക്ഷേ നിങ്ങളുടേതായിട്ടുള്ള ഒരു പ്രശ്നമായിട്ടായിരിക്കില്ല അത്, കാരണം എപ്പോഴും നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നം കൊണ്ട് തന്നെ ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികൾ ടോക്സിക് ആയിട്ടുള്ള ആളുകളായിരിക്കും, ടോക്സിക് എൻവയൺമെന്റ് ആയിരിക്കും. വർക്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ചില ആളുകൾ ചിലപ്പോൾ അവർ അവരുടെ വർക്കിനെ കുറിച്ചിട്ട് ബൂസ്റ്റ് ചെയ്യുന്നുണ്ടാവും, അവർ വലിയ ഷോ ഓഫ് ചെയ്യുന്നുണ്ടാവും, വളരെ പ്രൗഡ് ഫീൽ ചെയ്യുന്നുണ്ട് അവരുടെ അച്ചീവ്മെന്റ്. പക്ഷെ നിങ്ങൾക്കപ്പോൾ ഒരു അച്ചീവ്മെന്റ് എന്നുള്ള രീതിയിൽ ഉണ്ടാവുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചു, ഇപ്പൊ നിങ്ങളുടെ വീട് വിൽക്കണം എന്ന് വിചാരിച്ച് പുതിയൊരു സ്ഥലത്തേക്ക് മാറണം, ആ ഒരു എന്തെങ്കിലും സാമ്പത്തികം നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ വീട് വിൽക്കുക, റിനോവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളതിൽ അറ്റകുറ്റപ്പണികൾ നടത്തി, ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഈ ഒരു ചക്ര ബാലൻസിന് ശേഷം ആ ഒരു കാര്യം മാത്രമല്ല ബാക്കിയുള്ള പ്രവൃത്തികളും ഉണ്ടാവണം. എന്നിരുന്നാൽ ഈ ഒരു ചക്ര ബാലൻസ് നിങ്ങൾ വേറെ എല്ലാ കാര്യങ്ങളും ചെയ്തു നോക്കിയിട്ട് നടക്കുന്നില്ല എങ്കിൽ ഈ ഒരു ബാലൻസ് ഇല്ലായ്മയാവാം അതിനൊരു കാരണം എന്നുള്ളത്. വൺസ് ആ ഒരു ബാലൻസ് ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ എനർജി ട്രാൻസ്ഫോർമേഷൻ നടക്കുകയാണ് ആ ഒരു കാര്യമാണ് ലൈഫിൽ സംഭവിക്കുന്നത്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു പുതുജന്മമാണ്. ഒരു കാര്യത്തിന്റെ എൻഡിങ് തുടങ്ങി പുതിയൊരു റിലീഫ്സ്, ഒരു ന്യൂ എറ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. അത് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ജീവിതത്തിലുള്ള മാറ്റങ്ങൾ, അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. ഒരു പുതുമ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങൾക്ക് എന്താണ് അനിവാര്യമായിട്ടുള്ളത് ആ കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. ഒരു അൺസാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ജോബ് ആണെങ്കിൽ, ഒരു സ്റ്റക്ക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പഴയ തരത്തിൽ എന്തൊക്കെയാണോ നിങ്ങളുടെ ലൈഫിൽ സ്റ്റക്കായിട്ടുള്ളത്, പണ്ട് സ്റ്റക്കായിരുന്ന കാര്യങ്ങൾ, അതൊക്കെ ഓടിത്തുടങ്ങാൻ. ഇപ്പൊ നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, നിങ്ങൾ കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ തന്നെ ചെയ്യുന്ന പ്രവൃത്തിയും ആകും അത്. കാരണം അത് മറ്റുള്ളവരുടെ അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന കാര്യമായിരിക്കും. ഇപ്പൊ നിങ്ങൾ ഒരു ഉദാഹരണം പറയുമെങ്കിൽ ഒരു ക്ലോക്ക് നിങ്ങളുടെ സ്റ്റക്കായിട്ടിരിക്കുകയാണ്, നിങ്ങൾ പക്ഷെ എന്തുകൊണ്ടോ നിങ്ങൾ അത് ഇതുവരെ ശരിയാക്കിയിട്ടില്ല, കുറച്ച് നാളുകളായിട്ട് അത് അങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടാവും കളയാനായിട്ട്, പക്ഷെ നിങ്ങളത് കളഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ ഈ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ആ ക്ലോക്ക് എടുത്ത് നോക്കുമ്പോൾ എന്നായിരുന്നു ശരിയാക്കാമെന്ന് തോന്നി, അത് ശരിയാക്കി അത് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതൊക്കെ ഒരു സൂചനകളാണ് ദാറ്റ് നിങ്ങൾ ആക്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ് ആക്ട് ചെയ്യാനായിട്ട്, പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പൊ ആ പ്രവർത്തികൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് തുടങ്ങുക എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളെ ചെയ്യാനായിട്ട് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശ്രമിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ സ്റ്റക്കാണ്. ആ ഒരു സ്റ്റക്ക് ഫീലിംഗ് നിന്ന് മാറുമ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ ഒരു തുടക്കമായിട്ട് നിങ്ങൾക്ക് അതിനെ കാണുകയും ബാക്കി വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോവുകയും ജീവിതത്തിൽ മുന്നേറുകയും ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ എവിടെയാണോ മുടങ്ങിക്കിടക്കുന്നത് അത് ഇപ്പോൾ ഈ ഒരു എനർജി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഷിപ്പ്, ഒരു പഴയ ഷിപ്പ് അത് നഷ്ടപ്പെട്ടു പോയതോ, അല്ലെങ്കിൽ അത് തീരെ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ അത് അറ്റകുറ്റപ്പണികളൊക്കെ റെഡിയാക്കി ഒരു പുതുജീവൻ അതിന് കൊടുക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് നമ്മളിവിടെ കാണുന്ന ഒരു ബോട്ട്. ഷിപ്പല്ല, ഒരു ബോട്ട് എന്ന് നമുക്ക് ഇതിനെ പറയാം. എന്തായാലും ആ ഒരു എനർജിയാണ് ഇവിടെ. നിങ്ങളെ തന്നെ തിരിച്ചെടുക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു റൂട്ട് ചക്ര നിങ്ങൾ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക. അതിന്റെ കളറ് റെഡാണ് കളറ്. അതേപോലെ റെഡ് കളറ് നിങ്ങൾ യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ യോഗ, മെഡിറ്റേഷൻ ഇത്യാദി കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. അതേപോലെ നമ്മൾ ഗൈഡഡ് മെഡിറ്റേഷൻസ് ഉണ്ട് റൂട്ട് ചക്ര ബാലൻസ് ചെയ്യാവുന്നത്. ഇത് വരുന്ന ദിവസങ്ങളിൽ ഞാൻ ചാനലിൽ റെഡ് റൂട്ട് ചക്ര ബാലൻസിങ്ങിന്റെ, അതായത് മൂലാധാര ചക്രത്തിന്റെ ഗൈഡഡ് മെഡിറ്റേഷൻ വീഡിയോ ഇട്ടിട്ടില്ല എങ്കിൽ അത് അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ അതിന്റെ നിങ്ങൾക്ക് ഗൈഡഡ് മെഡിറ്റേഷൻ വഴി ചെയ്യും. പലപ്പോഴും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ കിട്ടാറില്ല എന്ന് പറയുന്ന ആളുകൾ, നമ്മളൊരു ഗൈഡഡ് ആയിട്ടുള്ള മെഡിറ്റേഷൻ വരുമ്പോൾ സംസാരിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് മുന്നോട്ടേക്ക് പോയാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ആ ഒരു ലെവലിലേക്ക് എത്തിച്ചേരാൻ. അപ്പോൾ നമുക്ക് ഗൈഡഡ് മെഡിറ്റേഷൻ വഴി നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടുമെങ്കിൽ നമുക്ക് ഗൈഡഡ് ആയിട്ടുള്ളൊരു മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. ഗ്രീൻ ചക്ര ആൻഡ് സേക്രൽ ചക്ര ബാലൻസിന്റെ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കാവുന്നതാണ്. റെഡ് ചക്ര അല്ലെങ്കിൽ മൂലാധാര ചക്രത്തിന്റെ
നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുണ്ടായിരുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു.